അപ്പോൾ നാളെ ആടുജീവിതം ഇറങ്ങുവാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ. ആടുജീവിതം ഗോട്ട് ലൈഫ് വൻ പ്രതീക്ഷയാണ്. 10 മണിക്കാണ് എല്ലായിടത്തും. പടം നല്ലവണ്ണം ആഗ്രഹിക്കുന്നു. ഒരുപാട് എഫേർട്ടുണ്ട്. പൃഥ്വിരാജിൽ ഒരുപാട് എഫേർട്ട് എടുത്താണ്. മറ്റേ ബ്ലെസ് ചെയ്യാൻ ഡയറക്ഷൻ നല്ല മൂവി ആയിരിക്കും. പക്ഷെ ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നു പടം സ്ലോ ആവുമെന്ന് സംശയമുണ്ട്. സ്ലോ ആയ വാലിബൻ്റെ അവസ്ഥ വരരുത്. പിന്നെ ഒരു കുഴപ്പമാണ് ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, മിക്ക ആൾക്കാരും വായിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു സിനിമ ഒരു ബുക്കിൻ്റെ അതേപടി വരില്ല. കുറച്ച് എക്സാഗ്രേഷൻ തോന്നും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷേ ഫിനാൻഷ്യലി പടം സക്സസ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാ ലാംഗ്വേജിലും ഗൾഫിലെല്ലാം നന്നായിട്ട് ഓടും. പത്യമാരിൽ ഓടുപോലെ. കാരണം ഇത് അങ്ങനത്തെ വിഷയമാണല്ലോ, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബെന്യാമിനാണ് എഴുതിയിരിക്കുന്നത്. ബെന്യാമിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ. ക്രിസ്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളിയായിരുന്നു. പിന്നെ റസൂൽ പൂക്കുട്ടിയുണ്ട്, AR റഹ്മാനുണ്ട്. വലിയൊരു ടീമാണ്. ഓസ്കറിനെ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കിട്ടാൻ പോകുന്നില്ല, അങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പൃഥ്വിരാജ് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഫിലിമാണ്. ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ വർഷത്തെ ഒരു ഫിലിമാണ്. തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണ്. ഇനി ഫിനാൻഷ്യലി ഇംഗ്ലീഷ് കളക്ഷൻ എന്തായാലും കിട്ടും. പിന്നെ പടം എങ്ങനെ വരുമെന്ന് അറിയില്ല. വാലിബനുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമല്ലോ. വാലിബൻ ഫിക്സറാണ്. ഇത് നടന്ന കാര്യമാണ്. പിന്നെ സ്ലോ ആയി കഴിഞ്ഞാൽ പടം സ്ലോ ആയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഈ പടം സ്ലോ ആയി കഴിഞ്ഞാൽ ലാഗ് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ലാഗെന്ന് പറയുമ്പോൾ ആ മരുപ്പുള്ളി ഒറ്റപ്പെട്ടു പോകുന്നൊരു സംഭവമല്ല കഥ വായിക്കുമ്പോൾ. പക്ഷേ ഈ വായിച്ച ആൾക്കാർക്ക് തന്നെ ഈ എപ്പോഴും സിനിമയിൽ കുറച്ച് എക്സാഗ്രേഷൻ ഉണ്ടാവും. കറക്റ്റായിട്ടുള്ള കാണിക്കുന്നതാണ്. അതെ, സിനിമാറ്റിക് ഉണ്ടാവുമല്ലോ. സിനിമാറ്റിക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. സ്ലോ ആയിക്കാനും ബുദ്ധിമുട്ടാണ്. അത് ഏത് പടമായാലും ഈ കാലത്ത് സ്ലോ ആയിക്കാനും ഓടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഈ പിള്ളേരെല്ലാം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മറ്റു ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ലാഗ് വന്ന് ഓടാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും 1300 ദിവസമുള്ള കളക്ഷൻ ഉണ്ടാവും. ഇനി ഫിനാൻഷ്യലി വെൽ ഓഫായി ഓടുമായിരിക്കും. 10 ഓടിപോലെ ഓടുകയായിരിക്കും. പക്ഷേ സംഭവം സ്ലോ ആവാതിരുന്നാൽ മതി. സ്ലോ ആയാൽ പണി കിട്ടും. വാലിബൻ നല്ല പടമായിരുന്നു. പക്ഷേ വാലിബിന് വേണ്ടി പ്രശ്നം സ്ലോ ആയതാണ്. ഈ കാലത്ത് സ്ലോ ആയി കഴിഞ്ഞാൽ പടം ഓടാൻ ബുദ്ധിമുട്ടാണ്. ഒരു 80s 90s ആണെങ്കിൽ സ്ലോ ആണെങ്കിൽ ഓടും. അന്ന് ആൾക്കാർ കഥയൊക്കെ നോക്കണം. ഇന്ന കഥയൊന്നുമല്ല, മേക്കിംഗ് ആണ് നോക്കുന്നത്. പിന്നെ ആരും കഥയല്ല നോക്കണം, മേക്കിംഗ് ആണ്. അപ്പോൾ മേക്കിംഗ് ഇങ്ങനെ വരുമ്പോൾ ബ്ലെസ്സി നല്ലൊരു ആക്ടറാണ്. ബ്ലെസ്സി എല്ലാ ഫിലിം നല്ലതാണ്. എന്തായാലും ഒരുപാട് എഫേർട്ടുണ്ട് ഈ പടത്തിൻ്റെ പേരിൽ. എനിക്ക് ഞാൻ കേട്ട ഒരു സിനിമാക്കാരൻ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് ദുബായിലാണ് രാവിലെ ഇന്ന് രാത്രി എന്തോ ലോഞ്ചിട്ട് പോകാം. ഫസ്റ്റ് റിവ്യൂ അവിടെ വരുന്നു. പടം ഒരു വലിയ വിജയമായിട്ടല്ലേ? പടം വലിയ വിജയമായിട്ട് ഒരുപാട് എഫേർട്ട് ഉണ്ട്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്താണ്. 2 കാര്യമുള്ളൂ. സ്ലോ ആവാതെ ഇരുന്നാൽ മതി. 2 ഈ ബുക്ക് വായിച്ചവർക്ക് എക്സ്പെക്ടേഷൻ കൂടുമെന്ന് അറിയില്ല. പടം വലിയ ഇട്ടാണ്. ഒരുപാട് എഫേർട്ട് ഉണ്ട്. പിന്നെ